അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനോർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിമ്മി ആൻ്റണി. കാട്ടിപ്പറമ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ നിന്നും വരുന്നു. 23/2/22 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. 13 പ്രാവശ്യം ഞാൻ പുതുക്കി. അതിൽ രണ്ടാമതായിട്ട് സാക്ഷ്യം പറയുകയാണ്. 12 അനുഗ്രഹങ്ങളോളം എനിക്ക് കിട്ടിക്കഴിഞ്ഞ്. ഇതിൽ ആദ്യത്തെ സാക്ഷ്യം ഇന്നത്തെ എൻ്റെ സ്ഥലത്തിൻ്റെ ഭൂമി തരംമാറ്റം കിട്ടുന്നില്ലായിരുന്നു. 1.5 വർഷമായിട്ട് അതിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് നടന്നു. മതിയായതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അതിൽ വെച്ചു തരംമാറ്റത്തിനായിട്ട് ഇതിൽ വെച്ചതിന് ശേഷം എന്നെയും കൂട്ടിയാണ് പിന്നെ താലൂക്ക് ഓഫീസിൽ പോയത്. അന്ന് ഞാൻ നേർച്ച വസ്തുക്കളായ അമ്മയുടെ ഈ കാശ് രൂപവും ഉപ്പും കൊണ്ടുപോയിട്ടുണ്ടായി എൻ്റെ കയ്യിൽ. ഞാൻ അന്നേരം അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയും കാശ് രൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഫയൽ അപ്പം തന്നെ എടുക്കുകയും ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ഭൂമി തരംമാറ്റത്തിൻ്റെ അപ്രൂവലാകുകയും ചെയ്തു. ഇതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ കൊച്ചി രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 18 മാസമായിട്ട് ഒരു മെത്രാനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ കൃപാസനം അഖണ്ഡ ജപമാല തുടങ്ങുവാനിടയായി. അത് ലീഡ് ചെയ്തിരുന്നത് ഞാനാണ്. ഇവിടുത്തെ 10 പേരുൾപ്പെടെയാണ് ഞങ്ങൾ അഖണ്ഡ ജപമാല തുടങ്ങിയത്. ഇവിടെ ഉടമ്പടി എടുത്ത 10 പേരുൾപ്പെടെയായിരുന്നു ഞങ്ങൾ അഖണ്ഡ ജപമാല തുടങ്ങിയത്. അതിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് നിയോഗങ്ങൾ വല്ലതും വെച്ചാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും നിയോഗം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇടവകയിലെ മുഴുവൻ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ രൂപതയ്ക്ക് ഒരു മെത്രാനെ കിട്ടാനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ 28 ജൂൺ 2025 അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ തിരുനാളിൻ്റെ അന്നാണ് തുടങ്ങിയത്. അന്ന് തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സെപ്റ്റംബർ 3 ഇവിടെ പുതുക്കാൻ വന്നപ്പോഴേക്കും ഞാൻ ആദ്യം വെച്ചത് മെത്രാന് വേണ്ടി ഞങ്ങൾക്ക് കൊച്ചി രൂപതയ്ക്ക് ഒരു മെത്രാനെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ഞാൻ ഒക്ടോബർ മാസം ജപമാല റാലിയിൽ ചെരുപ്പിടാതെയാണ് വന്ന് ആ ജപമാല റാലിയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചത്. ജപമാല റാലി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് വന്ന് കൊച്ചി രൂപതയ്ക്ക് മെത്രാനെ കിട്ടി. ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ ആ അഖണ്ഡ ജപമാല പങ്കെടുത്ത് ഞങ്ങൾ ബസ്സിലേക്ക് തിരിച്ചു കയറുന്നതിന് മുമ്പായിട്ട് അതറിയാൻ സാധിച്ചു. മൂന്നാമതായി, എനിക്ക് 18 വർഷമായി അലർജി രോഗമുണ്ടായിരുന്നു. ഈ അഖണ്ഡ ജപമാലയിൽ 2025 അഖണ്ഡ ജപമാല കഴിഞ്ഞ് ഞാൻ ഇതിൽ ഉടമ്പടിയിൽ വെച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. 2025 അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് കഴിഞ്ഞ് ഞാൻ തന്നെ ഓർത്ത് ഇനി മരുന്ന് കഴിക്കണ്ടെന്ന്. അത്രയും മരുന്ന് ഞാൻ ഈ 18 കൊല്ലമായിട്ട് കഴിച്ചു. ഇംഗ്ലീഷ് കഴിച്ചു, ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു. എല്ലാം കൊണ്ട് എനിക്ക് മതിയായി. ഞാൻ അങ്ങനെ മരുന്ന് ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ ആൾക്കാരിൽ നിൽക്കണ വരെ ഞാൻ മരുന്ന് കഴിച്ചില്ല. അതെങ്ങനെ മാറിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ തൊട്ട് വൈകുന്നേരം ആകണ വരെ കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. അതെൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാനും കൂടി അറിയാതെ അലർജി രോഗം മാറ്റിത്തന്നതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 4ാമത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചിക്ക് വലിയൊരു രോഗസൗഖ്യം കിട്ടിയതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഡിസംബർ 5 1 വെള്ളിയാഴ്ച അന്ന് ചേച്ചിക്ക് ഒരു അറ്റാക്ക് വരികയുണ്ടായി. ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ മകള് പറഞ്ഞു, മമ്മിക്ക് രാവിലെ ആൻറ്റി ഒരു പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കുർബാനയ്ക്ക് പോയിരുന്നതാണ് ചേച്ചിയും മോളും കൂടി. ആ പള്ളിയിൽ വെച്ച് ഒരു വേദന വന്ന്
നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ചേച്ചിയെ കൊണ്ടുപോയത്. അവർ ECG ഒക്കെ എടുത്തെങ്കിലും അതിൽ വേരിയേഷനൊന്നും കാണിച്ചില്ല. അപ്പോൾ മോള് മരുന്നൊക്കെ വാങ്ങിച്ച് ഗ്യാസിൻ്റെ ആയിരിക്കും എന്നോർത്ത് മരുന്നൊക്കെ വാങ്ങിച്ച് മൂത്ത ചേച്ചിയെ ഏൽപ്പിച്ചു കൊണ്ട് മോള് ജോലിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പോകുന്ന വഴി അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി മമ്മിക്ക് നല്ല സുഖമില്ല, നെഞ്ചുവേദനയാണ്, ആൻറ്റി പറ്റുമല്ലോ ഒന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്തോ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വീട്ടിൽ. ഞാൻ മോനെയും കൂട്ടി ഉടനെ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ ചേച്ചിക്ക് കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും കൂടി പോകാം, വേറെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഞാൻ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും പറഞ്ഞ് ECG ഒക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ECG എടുത്തിട്ട് 2 മണിക്കൂർ ആയല്ലോ, അമ്മ പറയണമെന്ന് കേട്ടിട്ട് അമ്മയ്ക്ക് അറ്റാക്കിൻ്റെ ലക്ഷണമാണ് ഞാൻ കാണുന്നതെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ടാമതൊരു ECGയും കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ECG എടുത്തതിൽ ചേച്ചിക്ക് ഭയങ്കര വേരിയേഷൻ കാണിക്കുന്നുണ്ടായി. വലിയൊരു അറ്റാക്കാണ് വന്നേക്കണത്. എത്രയും പെട്ടെന്ന് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയെ മാറ്റണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളിനെ വിളിച്ച് ഞാൻ, മോളെ ഇങ്ങനെയാണ് ഡോക്ടർ പറയണ, എന്ത് ചെയ്യണമെന്ന് വെച്ച്. അപ്പോൾ അവൾ പറഞ്ഞ് എറണാകുളത്ത് ഇട്ട് കൊണ്ടുപോയി ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ അവർ ആംബുലൻസ് റെഡിയാക്കി ചേച്ചിനെ കിടത്തിയാണ് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴേക്കും അവർ പ്രൊസീജിയർ ചെയ്യാനായിട്ട് ചേച്ചിനെ ICUയിലോട്ട് കയറ്റി, CCU യൂണിറ്റിലോട്ടാണ് കയറ്റിയത്. പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ പുറത്ത് നിൽക്കൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും കൊന്ത ചൊല്ലിക്കൊണ്ട് പുറത്ത് നിന്നേച്ച്. അപ്പോഴേക്കും ഡോക്ടർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് മോളെ താഴേട്ട് വിളിച്ചിട്ട് അവൾ ബില്ലടക്കാൻ വേണ്ടി താഴേക്ക് പോയി. ആ നേരത്തിന് നേഴ്സ് പറഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് ഡോക്ടർ വിളിക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോള് താഴേട്ട് പോയേക്കണേന്ന്, അവളെ ഒന്ന് വിളിച്ചേക്കട്ടെ എന്ന് പറഞ്ഞു. അവളെ വിളിക്കണ നേരം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് പിന്നെ ICUയിലോട്ട് ഡോക്ടേഴ്സ് എല്ലാം ഓടിക്കാറിന്, നേഴ്സസ് ഓടിക്കാറിന്, CPR കൊണ്ടുപോണ്. ഇതൊക്കെയാണ് ഞാൻ പിന്നെ കാണുന്നത്. അപ്പോൾ മോളും എത്തി. മോള് പറഞ്ഞു ആൻറ്റി മമ്മി അടക്കണ റൂമിലേക്കാണോ കൊണ്ടുപോകണേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഇല്ല മോനെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി ചേച്ചി അടക്കണ റൂമിലേട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകണേന്ന്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ കാണാമെന്നല്ല ഡോക്ടർ പറഞ്ഞ എന്തായെന്ന് പറഞ്ഞു. 1 മിനിറ്റ് വെച്ച് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ ചേച്ചിക്ക് ഹൃദയം തെറ്റിയുള്ള അറ്റാക്ക് വന്നു. അത് മരണാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശ്വാസം എല്ലാം പോയി. CPR ഹോസ്പിറ്റലിലും അവർ CPR കൊടുത്തതിൻ്റെ ഫലമായിട്ടും ചേച്ചി ആകെ അബോധാവസ്ഥയിലാണെങ്കിലും ചേച്ചി മരണത്തിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചി പറയണത് ഞാൻ നമ്മുടെ മരിച്ചുപോയ അപ്പച്ചനെയും അമ്മച്ചിനെയും കൂടി കണ്ട് വാ മോളെ പോകാമെന്നും പറഞ്ഞ് അപ്പിച്ചി നിൽക്കണമായിട്ട് കണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ചേച്ചി കണ്ണീരോട് പറഞ്ഞു ഒരു മോളേ ഉള്ളു. അപ്പം മോളും കുഞ്ഞും എന്ത് ചെയ്യും എന്ന് ചോദിച്ച്. അപ്പോൾ വേദന അമ്മച്ചി പറഞ്ഞ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അമ്മ തിരികെ കൊണ്ടുപോയെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെൻറ്റിലേറ്ററിലായി. അപ്പോൾ തന്നെ ചേച്ചി വേഗം ICUയിലോട്ട് ചേച്ചിനെ കയറ്റി. ഒരു മരിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ സന്ധ്യ വരെയും ഞാൻ ഹോസ്പിറ്റലിൽ നിന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പിറ്റേന്ന് നമ്മുടെ ഡിസംബർ 7-ാം തീയതി മെത്രാഭിഷേകം ആയതുകൊണ്ട് ഇടവകയിൽ അച്ഛൻ പറഞ്ഞ് മോളെ നമുക്ക് അഖണ്ഡ ജപമാല ചൊല്ലണം, നീ ഇവിടെ ഉണ്ടാവൂലെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനോട് നിരാശപ്പെടുത്തണ്ടല്ല എന്ന് ഓർത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് 6-ാം തീയതി പിറ്റേ ദിവസം ഒരു ചേച്ചി നേഴ്സാണ് ഒരു ചേച്ചി, അതിനെ നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. 5-ാം തീയതി 6-ാം തീയതി ഞാൻ പള്ളിയിൽ അഖണ്ഡ ജപമാലക്ക് തുടക്കം കുറിച്ച് മെത്രാന് വേണ്ടിയും പ്രാർത്ഥിച്ച് ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിലേക്ക് വന്ന് നേർച്ച വസ്തുക്കളായ ഉപ്പ്, ഉടമ്പടി തൈലം, തേൻ, കാശുരൂപം ഇതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ നേഴ്സ് ചേച്ചി രാത്രി കയറിയപ്പോഴേക്കും
ചേച്ചി പൾസ് പിടിച്ചു നോക്കിയപ്പോൾ പൾസൊന്നുമില്ല. ആള് ഭയങ്കര ബോഡിയൊക്കെ വീക്കായിട്ട് മരണത്തോട് അടുത്ത് കിടക്കണേന്ന് കാണുന്നത്. അപ്പോൾ ചേച്ചി എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ വീട്ടിലെ സകലമാന ആൾക്കാരും അവിടെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ചേച്ചിനെ 3rd ഫ്ലോറിലാണ് കിടത്തിയേക്കണം, ICUവിലാണ്. അപ്പോൾ ആരെയും കയറ്റി വിടാനല്ല. അവിടെ സെക്യൂരിറ്റിമാരായ 2 വലിയ ഹൈറ്റും വെയിറ്റും ഉള്ള 2 സെക്യൂരിറ്റിമാരാണ്. ആരെയും കയറ്റല്ല. എല്ലാവരും കരഞ്ഞുകൊണ്ട് ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുണ്ടായി. അപ്പം എനിക്കെന്തോ ഭയങ്കര ധൈര്യമായിരുന്നു. ജോഷുവ 1:9 പറഞ്ഞ പോലെ ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ കർത്താവായ ദൈവമുണ്ട്. ആ വചനം ഉള്ളിൽ കൈ പിടിച്ച് ശക്തമായിട്ട് എന്നെ ഞാൻ ICUവിലോട്ട് ചെന്നിട്ട് അവർ എന്നെ കയറ്റിവിടല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ചേച്ചിനെ സിസ്റ്ററിനെ കാണണം. അപ്പോൾ പറഞ്ഞ് സമയമായിട്ടില്ല, ആ സമയത്ത് കയറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് കയറിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾക്കൊരു ഫോൺ വന്ന് താഴേട്ട് ഇറങ്ങിപ്പോയി. ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത് വെച്ചാൽ. അങ്ങനെ ഒരാൾ താഴേട്ട് ഇറങ്ങിപ്പോയി, ഒരാൾ ഫോൺ ചെയ്യാൻ വേണ്ടി നീങ്ങിയപ്പോൾ ഞാൻ ഓടി ICUവിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഡോക്ടർ വന്നി. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഡോക്ടർ റൗണ്ട്സിന് പോയി. ഞാൻ നേഴ്സിനെ വിളിച്ച് നേഴ്സിനോട് പറഞ്ഞ് എനിക്ക് കയറണം, ചേച്ചിനെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞ് അവർ ഉള്ളിലോട്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞ് ഹസ്ബൻഡിന് കയറാമെന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ പേടിച്ചിട്ട് കയറണില്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ നിന്നോ, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ കയറി ചേച്ചിയുടെ നെറ്റിക്ക് വിശുദ്ധ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച്, പിന്നെ ചുറ്റിന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, പിന്നെ തേനും ഉപ്പും കൂടി എൻ്റെ കയ്യിലിട്ട് മിക്സാക്കി ഞാൻ വിശ്വാസ പ്രമാണം ഇത്തിരി വായലെല്ലാം വെൻറ്റിലേറ്റർ വെച്ചേക്കണേന്, എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി അത് തേച്ച് കൊടുത്തു ചേച്ചിക്ക്. അപ്പോൾ തന്നെ ചേച്ചി കണ്ണ് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞ് എന്നെ സിമ്മിന്ന് ഇങ്ങനെ പറയാനായിട്ട് ചേച്ചി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണ്ടേന്ന് വെച്ച്. അപ്പോൾ ചേച്ചി എന്ന് വലിയ വായലിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി അങ്ങോട്ട് എല്ലാം ഡൗണായി കിടന്നേച്ച് ചേച്ചിയുടെ എല്ലാം നോർമലാകാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് സിസ്റ്റർ പറഞ്ഞ് മതി ഇത്രയും നേരം നിന്നല്ലേ, പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ചേച്ചിന് കണ്ണ് തുറന്ന് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന്. അതിന് ശേഷം ചേട്ടനെ കയറ്റിയപ്പോൾ അവർ ചോദിച്ച് മോളാണോ വന്ന് പോയതെന്ന് ചോദിച്ച്. അല്ല, അനിയത്തിയാണെന്ന് പറഞ്ഞ്. ആ ചേച്ചി പ്രാർത്ഥിച്ച് പോയ പിന്നെ ആൻറ്റിക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ടെന്ന് നഴ്സുമാർ പറഞ്ഞ്. അതിനു മുമ്പ് ഈ ചേച്ചിക്ക് ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അന്ധകാര നഴിയിലെ ബീച്ചിൽ ഞാൻ പോയേക്കണേന്. കടൽ ഭയങ്കരമായിട്ട് കയറി വന്നപ്പോഴേക്കും ഞാൻ ഓടി കിഴക്കോട്ട് പോയപ്പോഴേക്കും അവിടെ നിന്ന് കടൽ കയറി വന്നി. അപ്പോൾ എന്നും എന്നെ വേളാങ്കണ്ണി കൊണ്ടുപോകണ ഈ ചേച്ചിയും ഹസ്ബൻഡും മോളും കൂടിയാണ് എന്നെ കൊണ്ടുപോകണത്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞാണ് ചെറുതിലെ ഞാൻ അറിഞ്ഞേക്കണ കിഴക്ക് കടലുള്ള ഒരു സ്ഥലം വേളാങ്കണ്ണിയാണെന്ന്. അപ്പം അങ്ങനെ 2 കടലും കൂടി വന്നിട്ട് ഞാൻ നടുക്ക് അപകടം പോലെ പേടിച്ച് നിൽക്കണേണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ജോസപ്പച്ചൻ നിൽക്കണ്. ഞാൻ ജോസപ്പച്ചനോട് ചോദിച്ചു, ജോസപ്പച്ച ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജോസപ്പച്ചൻ പറഞ്ഞു, അതെടി മോളെ 10 എന്ന് പറഞ്ഞു. അപ്പോൾ 10 എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് പിന്നെ അലാറം അടിക്കണേന്ന് കേൾക്കണത്. രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി അലാറം വെച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വെളുപ്പിനെയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടേക്കണത്. അപ്പം ഞാൻ പള്ളിയിൽ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരത്തിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് കിഴക്ക് കടലുള്ള കാര്യം എന്നെ ശൈല ചേച്ചിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയാതെ ഞാൻ പോയി. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്നതും ഞാൻ പോണതും. അങ്ങനെ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ് ചേച്ചിയുടെ, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നാലും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ കിടക്കണതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു 10-ാം തീയതി ചേച്ചിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കി റൂമിൽ കൊണ്ടുവരുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ 7-ാം തീയതി ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. എനിക്ക് മെത്രാഭിഷേകം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു.
പക്ഷേ ദൈവം തീരുമാനിച്ചതല്ലേ നടക്കുകയുള്ളൂ. ഞാൻ കൃപാസനത്തിലോട്ട് പോന്നു. എൻ്റെ ചേച്ചിയുടെ അവസ്ഥ അങ്ങനെയുണ്ട്. ഞാൻ കൃപാസനത്തിലോട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ ആ ദിവസത്തിൽ ഇങ്ങോട്ട് പോന്നു. ഒറ്റക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് അമ്മയെ മൊത്തി ഇറങ്ങുമ്പോൾ മണി 8:30. ഒറ്റക്ക് എനിക്ക് കാട്ടിപ്പറമ്പിൽ എത്തണം. ഞാൻ ചോദിച്ചു, അമ്മേ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തും അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഭയങ്കര ഒരു മുല്ലപ്പൂ സുഗന്ധമാണ് എനിക്ക് തന്നത്. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ള സന്ദേശമാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറി അരൂര് വരെയും വണ്ടിയുള്ളു, പിന്നെ അങ്ങോട്ട് വണ്ടിയില്ല. അങ്ങനെ കുറേ പേര് അവിടെ ഇറങ്ങി. ഒരു പ്രൈവറ്റ് ബസ് തിരിച്ച് വന്ന് അതിൽ ഞങ്ങൾ ചോദിച്ചു, ഒന്ന് കയറ്റുവാ, ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് പോകാനായിട്ടാന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ അതിൽ കയറ്റി പാമ്പായി മൂല സെൻറ്റ് മേരീസ് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറങ്ങി. ആ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരമ്മയും മോളും എന്നോട് പറഞ്ഞ്, ചേച്ചി എല്ലാവരും കിട്ടിയ ഓട്ടോറിക്ഷയിലും എല്ലാവരും പോയി. ഞാൻ ചുറ്റിനും തിരിഞ്ഞു നോക്കണേ, ദൈവമേ ഈ രാത്രി 10 മണിയായില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞാൻ നിൽക്കുമ്പോഴേക്കും ഒരമ്മയും മോളും ഭയങ്കര പറഞ്ഞ്, ആ അമ്മ ചോദിച്ചു മോളെങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ കാട്ടിപ്പറമ്പ് കളത്തറയിലേട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ CMS പാലം വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ എൻ്റെ വീടും കഴിഞ്ഞ് പിന്നെ ഒരു 2 കിലോമീറ്ററോളം പോകണം അവർക്ക് പോകണമെങ്കിൽ. അങ്ങനെ അമ്മ എനിക്ക് ഒരാളെ അഴിച്ച് തന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ ഓട്ടോറിക്ഷയ്ക്ക് പോയി. അപ്പോൾ ആ മാള് പറഞ്ഞ്, ചേച്ചി മാതാവിനെ മൊത്തിയോ? അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ മൊത്തിയും ചെയ്ത് അമ്മയുടെ അടുത്ത് അനുഗ്രഹവും വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇത്രയും നേരം നിന്നിട്ട് അവർക്ക് മൊത്താനോ ഒന്നും സാധിച്ചില്ല. സങ്കടപ്പെട്ടാണ് അതിങ്ങ് തിരിച്ചു പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ മൊത്തിയതിനേം കാട്ടി കൂടുതൽ അനുഗ്രഹം മോക്കും അമ്മക്കും കിട്ടുവട്ടാ എന്ന് പറഞ്ഞാണ് സമാധാനിപ്പിച്ച് ഞാൻ വിട്ടത്. പിന്നെ ഞാൻ 3-ാം തീയതി എൻ്റെ ഉടമ്പടി അന്ന് തീരണമായിരുന്നു, December 3. പിന്നെ ഞാൻ പുതുക്കാൻ വേണ്ടി വന്ന്. ചേച്ചിയുടെ കണ്ടീഷൻ മോശമായതുകൊണ്ട് മരുമകൻ വന്ന് ചോദിച്ചു, ഡോക്ടറിനെ കണ്ട്. അവനൊരു നേഴ്സാണ്. അവൻ വന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, ഓപ്പൺ സർജറി അല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ വീണ്ടും ഞാൻ 13-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ പുതുക്കിയതിൽ ആദ്യം വെച്ചേച്ച ചേച്ചിയുടെ കാര്യമാണ് വെച്ചേച്ചത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച്, അമ്മേ ഈ ക്രിസ്മസിന് എൻ്റെ ചേച്ചി വീട്ടിൽ വന്നം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നപ്പോൾ അന്ന് ഡോക്ടർ വന്ന്. ഞാൻ പത്രവും വാങ്ങി, പത്രം എല്ലാവർക്കും കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊടുത്ത്, വഴിയിൽ കൊടുത്ത്, കാണുന്ന എല്ലാവർക്കും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും നടന്ന് പത്രം കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നത്. റൗണ്ട്സിന് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിനെ സ്റ്റെൻ്റൊക്കെ ഇട്ട് നോക്കി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് December 20-ാം തീയതി ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിക്കാനും സാധിച്ചു. ഈ വലിയ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഓപ്പറേഷൻ കൂടാതെ ചേച്ചി സൗഖ്യപ്പെട്ടതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം വാങ്ങി എല്ലാ വീടുകളിലും ആണെങ്കിലും റോട്ടിലാണെങ്കിലും ഞാൻ പൊതുസ്ഥലത്തെ വിതരണം ചെയ്യുള്ളൂ. പള്ളികളിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരിൽ മാത്രമേ വരുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി വിതരണം ചെയ്യും. പെട്രോൾ പമ്പിലാ റോട്ടിലിരിക്കണവർക്കും എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഹോസ്പിസിൽ പോയി രോഗികളെ കാണും. രോഗികളെ കണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അവർ നമ്മളെ ചുംബിച്ചിട്ടാണ് പറഞ്ഞെടുക്കണത്. ഞാനും അവരെ ചുംബിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു സങ്കടമുള്ളത്, മാസം പോകുമ്പോൾ പിറ്റേ മാസം ചെല്ലുമ്പോൾ ഈ ചുംബിച്ച ആരും ഉണ്ടാവില്ല. അത്രയും സ്റ്റേജിൽ അവരാണ് അവിടെ കിടക്കണത്. അപ്പം അതൊരു വിഷമം തന്നെയാണ്. എന്നാലും ഞാൻ എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ അവർ പറയും അടുത്ത മാസം നേരത്തെ വന്നോട്ടാ. പക്ഷേ എനിക്ക് പറ്റണ വിധത്തിലാണ് ഞാൻ അവിടെ പോണത്. പിന്നെ ഇത് ഹോസ്പിസിൽ കൂടാതെ ശാലയിൽ കൊണ്ടുപോയി ഞാൻ ഭക്ഷണത്തിലുള്ള കാശ് കൊടുത്തിട്ട് അവരോടൊപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഴ്ചയിൽ 2-3 ദിവസം പോയി ഭക്ഷണം ഉണ്ടാകാൻ സഹായിക്കും. 1000 പേർക്ക് ആണ് അവിടെ ദിവസേന വഴിയരിയിൽ കിടക്കുന്നവർക്ക്, ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ മക്കൾ ഭക്ഷണം കൊടുക്കാത്ത വീടുകളുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണവരുടെ കൂടെയാണ് ഞാൻ കൂടിയേക്കണത്. അപ്പോൾ അങ്ങനെ 1000 പേരുടെ ഭക്ഷണം ദിവസേന ഉണ്ടാക്കി കൊടുക്കണം അവിടെ. അപ്പോൾ അത്രയും പണിയുണ്ട് അവിടെ. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വിധവകളായ അവർക്കെല്ലാം
ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കുകയോ അങ്ങനെ ചെയ്യും. പിന്നെ അനാഥാലയത്തിൽ അവർക്ക് കൊണ്ടുപോയി കാശ് കൊടുക്കാറുണ്ട്. എല്ലാവരും ഭക്ഷണം തന്നെ വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവില്ലല്ലോ, അവർക്ക് വസ്ത്രങ്ങളും മെഡിസിനുകളും എല്ലാം വേണ്ടേ. അത് കാരണം ഞാൻ അനാഥാലയത്തിൽ കാശുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ആത്മീയമായിട്ടും രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് കഴിഞ്ഞ് ദിവ്യബലി മുടക്കാറില്ല. എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ആർക്കെങ്കിലും ഞാൻ ചോദിക്കാറുണ്ട്, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്ത് വാട്ടാ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച്. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വരണമെന്ന്. ഞാൻ അങ്ങനെ എല്ലാവരോടും ചോദിക്കും, ആഗ്രഹമുള്ളവർ എന്നോട് പറയട്ടെ, ഞാൻ കൊണ്ടുപോകാം. അതുപോലെ ഹോസ്പിറ്റലിൽ കീമോ ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണം ചിലവർക്കൊക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ട്, കീമോ ചെയ്യാൻ കൊണ്ടുപോകാൻ ആളില്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ തിരുഹൃദയ മാസമായ ഇന്നത്തെ ദിവസം തിരുഹൃദയ മാസം വണക്കമാസ ദിവസങ്ങളാണല്ലോ. അപ്പം ശാന്തശീലനും ഹൃദയളിമനുള്ളവന്ന ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഇത് ചെറുതിലോട്ട് വണക്കമാസം ചൊല്ലുമ്പോൾ നമ്മൾ പറയണേണ്. പക്ഷേ അങ്ങനെ ആകാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഈ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ ഹൃദയവേളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയം ആകുന്നു എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിൻ്റെ വ്യാധിയിൽ നിന്ന് മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്, പക്ഷെ അതിൻ്റെ വാതിൽ തുറന്നത് വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും രോഗങ്ങൾ, രക്തസ്രാവ സ്ത്രീയെ പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ പോലും ഞാൻ സുഖപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞത്. ഉടമ്പടി മക്കൾ എവിടെ പോയാലും വിശ്വാസത്തോടെ പ്രാർത്ഥന നയിക്കുമ്പോൾ, നിബന്ധനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ അവരുടെ കൂടെ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ നേർച്ച വസ്തുക്കൾ തൊട്ട നിമിഷം തന്നെ കണ്ണു തുറക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ആ നേഴ്സ് തന്നെ ചോദിക്കുകയാണ്, ആരാണ് വന്നിട്ട് പോയതെന്ന്, മകളാണോ എന്ന്. അനിയത്തിയാണ്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേർച്ച വസ്തുക്കൾ ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് ആ ചുണ്ടൽ വെച്ച് കൊടുത്തപ്പോൾ ഒരു പക്ഷേ ആ വചനം പറയുന്നത് അത് തന്നെയാണ്, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. ഈ അനിയത്തിയുടെ വിശ്വാസമാണ് ഈ ചേച്ചിയെ സുഖപ്പെടുത്തിയത്. അപ്പോൾ തന്നെ മെഡിസിനെല്ലാം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റി. എല്ലാം നല്ല റെസ്പോൺസാണ്. പിന്നീട് തന്നെ ഇതെല്ലാം തന്നെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ പറഞ്ഞു, തന്ന മെസ്സേജ് ഇതാണ്, ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നേരത്തെ തന്നെ പലതും വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെയാണ് ഈ മകളുടെ ജീവിതത്തിലും ഒരു സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത്. ഒരു കടലിൻ്റെ നടുവിൽ കടൽ കയറി വന്നപ്പോൾ ഓടി കിഴക്കോട്ട് പോയി, അവിടെയും കടൽ കയറി വന്നു. അപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും അച്ഛനോട് ഇതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ അച്ഛന് 10 എന്ന നമ്പർ പറഞ്ഞത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൂടെയുള്ളത്. അമ്മ കൈവിടാത്ത ഒരു അമ്മയാണ് കൃപാസന അമ്മ, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ. ആ ഡേറ്റ് കാണിച്ചു കൊടുക്കുകയാണ്, 10 എന്ന ഡേറ്റ്. അതുപോലെ തന്നെ 10-ാം തീയതി ഈ മകൾ ഡിസ്ചാർജ് ചെയ്യാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ജോസഫ് അച്ഛൻ വരികയും സ്വപ്നത്തിൽ കൂടെ കാണുകയും എല്ലാം ചെയ്യുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കാണാറുണ്ട്. സ്വപ്നത്തിൽ പോലും ഈശോ അമ്മയെ വെളിപ്പെടുത്തി തരുന്നത് അതൊക്കെയാണ് കൃപാസന അമ്മയുടെ നമ്മെ എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുന്നത്. അങ്ങനെ ഈ മകളുടെ ആഗ്രഹപ്രകാരം അതുപോലെ തന്നെയാണ് ഡിസംബർ 7-ാം തീയതി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ആലയത്തിൽ. ഈ മകൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഡിസംബർ 7-ന് ഇവിടെ വരണം. എല്ലാം മറന്ന് ഇങ്ങോട്ട് തിരിച്ചു. പക്ഷേങ്കിൽ രാത്രി എപ്പോൾ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ എങ്ങനെ തിരിച്ചു പോകും?
അമ്മ ഉത്തരം കൊടുത്തത് ഒരു സുഗന്ധാഭിഷേകത്തിലൂടെയാണ്. മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കാണാറുണ്ട് ആ സുഗന്ധാഭിഷേകം, അമ്മയുടെ പ്രസൻസ്. അത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കഴിയുമ്പോൾ അമ്മയോട് ചേർന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ സുഗന്ധാഭിഷേകം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിലും അമ്മയെ രാത്രിയാവുന്നു, ഞാൻ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ചോദിക്കുമ്പം അമ്മ ഉറപ്പ് കൊടുത്താണ്, മകളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് പോകുന്ന യാത്ര മധ്യയെല്ലാം ആരൊക്കെയോ കൂടെ ഉണ്ടായിരുന്നു. ഓട്ടോയ്ക്ക് പോയപ്പോഴും ബസ്സിന് പോകുമ്പോഴെല്ലാം ആരൊക്കെയോ കൂടെ ഉണ്ടായിരുന്നു. ഒരമ്മയും മകളുടെ രൂപത്തിലാണ് അമ്മ മാതാവ് കൂടെ പോയത്, കൃപാസന അമ്മ. അങ്ങനെ വീട് വരെ എത്തിച്ചു ഈ മകളെ. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം പറഞ്ഞതുപോലെ ഉടമ്പടി ഒരു വിശ്വാസ പ്രകടനമാണ്. വിശ്വാസത്തോടെ വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും ആ ദിവ്യ സ്പർശനവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ ദിവ്യ സ്പർശനത്താലാണ് ഇന്ന് സൗഖ്യപ്പെട്ട ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളോടും ഇന്ന് ഈശോയും അമ്മയും അത് തന്നെയാണ് പറയുന്നത്. മകനെ, മകളെ എന്ന വിളി നമുക്ക് ശ്രവിക്കാം. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. ഇന്നും ഈ വചനം തന്നെയാണ് നമ്മളോടും പറയുന്നത്. മകനെ, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തും. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. സങ്കീർത്തനം 41:3 പറയുന്നത്, കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകുമെന്നാണ്. രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കിത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലും നമുക്കറിയാവുന്ന വ്യക്തികൾക്കുമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഈ മകളും അതിനുള്ള ആസ്തിയുണ്ട്, ആത്മീയ ആസ്തി. കാരുണ്യ പ്രവർത്തികൾ ആഴ്ചയിൽ 2-3 ദിവസം ഭക്ഷണം കൊടുക്കുകയും വീടുകൾ അവിടെ പോയിട്ട് ചോറുണ്ടാക്കി 1000-ഓളം ആൾക്കാർക്ക്, ഇത്രയും പേർക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കി അവിടെ സഹായിക്കണമെങ്കിൽ അതൊരു വലിയ ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ആത്മീയ ആസ്തിയുടെ ഒരു വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അമ്മയും പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്നതും. അതുതന്നെയാണ് പറഞ്ഞത്, വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു ഉടമ്പടി ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയോടുകൂടി ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സിമി ആൻ്റണിക്കും കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും ഈ ചേച്ചിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.